ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ച് 5 പേരെ കൊല ചെയ്തവൻ ഇനി ജയിലിൽ എങ്ങനെയൊക്കെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാലും അഫാനെ ഒരിക്കലും കാണാൻ അബ്ദുറഹീം തയ്യാറല്ല. പലപ്പോഴായി അഫാനെ ചേർത്ത് പിടിച്ച ഷമീന പെട്ടെന്ന് ഒരു ദിവസം എന്തുകൊണ്ടായിരിക്കും തള്ളിപ്പറഞ്ഞതെന്ന് ആർക്കും ഒരു സംശയം തോന്നാം. ഇനി ആരുടെയെങ്കിലും പ്രേരണ ഇതിൽ ഉണ്ടായിരുന്നോ? അഫാനെ ആരെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകിയോ? അത്തരത്തിൽ പല ചോദ്യങ്ങളും ഉയർന്നു. പഞ്ചായത്ത് മെമ്പർ സുഹറ സലീം ഒരു പ്രതികരണം നൽകിയിരുന്നു. ഷമി മൊഴി മാറ്റാൻ അത്തരത്തിൽ ഒരു സ്വാധീനവും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞതെന്ന്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഷമിയിൽ നിന്ന് പലപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോഴും മകനെ കുരുക്കുന്ന ഒരു മൊഴി നൽകില്ലെന്ന് തറപ്പിച്ചു നിന്നപ്പോൾ ഒരു ഇമോഷണൽ സൈഡ് എടുത്തുകൊണ്ട് പോലീസ് ഒരു ചോദ്യം ചെയ്യൽ എടുത്തുവെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പോലീസ് അവിടെ പറയുന്നത് ഷമിക്കിനി ഒരു മകനേ ഉള്ളൂ, ഒരു മകൻ കൊല്ലപ്പെട്ടു, ഈ മോനെ കൂടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു അവസ്ഥയിൽ ഒരു കൊലപാതകി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ കൂടെയുള്ളത് നിങ്ങളുടെ ഭർത്താവാണ്. അതൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങളോട് സഹകരിക്കാനെന്ന് പോലീസ് പറയുകയാണ്. ഇതിനു ശേഷമാണ് ഷമിക്ക് മനംമാറ്റമുണ്ടായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത്. ഇത്രയും നാൾ കൂടെ നിന്ന മകന് താൻ കാരണം പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്ന ഷമി അഫാനെതിരെ മൊഴി നൽകാൻ ആദ്യം തയ്യാറാകാതെ വരികയായിരുന്നു. പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യൽ സെന്റിമെന്റ്സിൽ ഷമി വീഴുകയായിരുന്നു. പിന്നീട് പറഞ്ഞു തുടങ്ങി, എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അഫാൻ തന്നെ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊലപാതകം നാടിനെ നടുക്കി എന്ന് വേണം പറയാനല്ലേ. മനുഷ്യ മനസാക്ഷിയെ പോലും മരവിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ക്രൂര കൊലപാതകം നടന്നത്. 5 പേരെയും വളരെ ക്രൂരമായിട്ട് തന്നെയായിരുന്നു അഫാൻ എന്ന ആ ഒരു ക്രിമിനൽ കൊലപാതകം ചെയ്തത്. സ്വന്തം രക്തമാണ് എന്ന് പോലും നോക്കാതെ അനുജനെ, അതുപോലെ സ്നേഹിച്ച പെണ്ണിനെ, അതുപോലെ തന്നെ ആ ഒരു മുത്തശ്ശിയെയും പിതൃ സഹോദരനെയും അവരുടെ ഭാര്യയും ഇവരെയൊക്കെ കൊലപ്പെടുത്താനുള്ള ഒരു മനസ്സ് അഫാൻ ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഈ കൊലപാതകങ്ങൾ എന്തിനു ചെയ്തു എന്നുള്ള കാര്യത്തിൽ മാതാവായ ഷമിക്കും അതുപോലെ തന്നെ അഫാനും നല്ലോണം അറിയാം. അത് സാധാരണക്കാരായ നമുക്ക് പോലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും മാതാവിനോട് അവരുടെ ആരോഗ്യസ്ഥിതി ഏകദേശം ഒന്ന് ക്ലിയറായി വന്നപ്പോൾ പോലും പോലീസുകാർ ചോദിച്ചിട്ട് പോലും അവര് ഒരു വിധത്തിലും മകന് എതിരായിട്ടുള്ള ഒരു മൊഴി കൊടുത്തിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട് പോലും ഇവർ പറഞ്ഞില്ല. സ്വന്തം മകൻ, അതായത് ഇളയ മകനെ കൊന്നതും ഇവനാണ് എന്നറിഞ്ഞിട്ട് പോലും ഈ ഒരു മാതാവ് അഫാനെതിരെ ഒരു മൊഴി കൊടുക്കാൻ പോലും ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഒടുവിൽ പോലീസുകാരുടെ സമ്മർദ്ദത്തിലൂടെ ആണോ അതോ എങ്ങനെയാണോ എന്നറിയില്ല, എന്നിരുന്നാലും ഒടുവിൽ ഷമീന ഈ ഒരു അഫാനെതിരെ മൊഴി കൊടുത്തു. അവനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം. എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്ന് പറഞ്ഞ് എന്റെ ഷാൾ കൊണ്ട് കഴുത്തു മുറുക്കി. പിന്നീട് പാങ്ങോട്ട് പോലീസിനോടും ഷമി ഇത് ആവർത്തിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ സൈബർ തെളിവുകളുടെ വിശദ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി. പ്രതി അഫാന്റെ മാതാവ് ഷമിയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകളിലൂടെ പല നിർണായക വിവരങ്ങളും പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തീർച്ചയായും അവരുടെ ആ ഒരു ഡിജിറ്റൽ എവിഡൻസ് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഈ ഒരു ഉമ്മാക്കും മോനും മാത്രമാണ് എന്താണ് കാര്യമെന്ന് അറിയാവുന്നത്. അത് ഭർത്താവായ റഹീമും പറയുന്നുണ്ട്. ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ അല്ലെങ്കിൽ ഫോണിലെ മറ്റു തെളിവുകളും ആരൊക്കെ ഇവർ കോൺടാക്ട് ചെയ്തു, ആരൊക്കെ ഇവരെ വിളിച്ചു എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഡിജിറ്റൽ എവിഡൻസ് എടുത്താൽ മാത്രമാണ് ശരിക്കും ഇതിന് പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇവർ അയച്ച സന്ദേശങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അഫാനും കൊല്ലപ്പെട്ട ഫർസാനയും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുത്തിരുന്നു. ഇതിൽ കൊലപാതക സന്ദേശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇരുവരും സാമ്പത്തിക കാര്യങ്ങളും ഒന്നിച്ചുള്ള യാത്രകളുമൊക്കെ കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. സാക്ഷിമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കൊലപാതകങ്ങൾക്ക് ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ പരമാവധി സാഹചര്യ തെളിവുകൾ ഉൾപ്പെടുത്തിയാകും കുറ്റപത്രം തയ്യാറാക്കുക. അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അഫാൻ ജയിലിൽ നല്ല നടത്തിപ്പാണെന്നാണ് അധികൃതർ പുറത്തുവിടുന്ന വിവരം. കൂടാതെ മാതാപിതാക്കളെ കാണണമെന്ന് അഫാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. താൻ ചെയ്തത് തെറ്റാണെന്നും പാപമാണെന്നും അഫാൻ പറഞ്ഞുവെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. അവസാനഘട്ട തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രതിയെ ജയിലിൽ എത്തിച്ചത്. നേരത്തെ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന പ്രതി ഇപ്പോൾ ശാന്തനാണെങ്കിലും പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരുകയാണ്. അഫാൻ ചെയ്ത കൃത്യത്തിന് ബാഹ്യ സമ്മർദ്ദങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. വിവിധ ഫോൺ വിവരങ്ങളും ചില മൊഴികളിലെ വൈരുദ്ധ്യവും കണക്കിലെടുത്ത് കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഇതുവരെ ലഭിച്ച തെളിവുകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖയാണ് തയ്യാറാക്കാൻ ആരംഭിച്ചത്. സംഭവത്തിന്റെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിനായി കൂടുതൽ സാക്ഷിമൊഴികളും ചേർക്കുന്നു. കൂടാതെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ രാസപരിശോധനാ ഫലം കൂടി വരണം. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു.
വിവിധ പരിശോധനാ ഫലങ്ങൾ കൂടി എത്തുന്നതോടെ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമെന്നാണ് പ്രാഥമികമായി. ജയിലിലെ നല്ല ഉടായ്പ വേലകൾ തന്നെയാണ് അഫാൻ കാണിക്കുന്നല്ലേ, നല്ല നടത്തിപ്പ്. എന്തിനാണെന്ന് അറിഞ്ഞില്ലേ, ഇനി ജാമ്യത്തിൽ ഇറങ്ങാനുള്ള വ്യവസ്ഥ. ശരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജോർജ് ജോസഫ് സാർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഫാൻ ചെയ്ത കുറ്റത്തിന് ഒരു സാക്ഷികളും ഇല്ല, അതുകൊണ്ട് തന്നെ ഇവനെ ലൈഫ് ഇംപ്രസൺമെന്റ് തന്നെ കിട്ടാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഫാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ജാമ്യം ഒരുപക്ഷെ കിട്ടാനും സാധ്യതയുണ്ട്. ശരിക്കും ഇവന് ജാമ്യം കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി എത്ര പേരെ അവൻ കൊല്ലും? ഈ ക്രിമിനൽ മൈൻഡോട് കൂടി തന്നെയല്ലേ അവൻ നിൽക്കുന്നത്. ഇപ്പം നല്ല നടപ്പാണ്, ആത്മഹത്യ പ്രവണത ഇല്ല എന്നൊക്കെ ജയിലധികൃതർ പറയുമ്പോഴും ശരിക്കും ഇവന്റെ ആ ഒരു ക്രിമിനൽ ബുദ്ധിയിൽ എന്താണ് തെളിയുന്നതെന്ന് അറിയില്ല. നമുക്കൊരു ഇത്തരം മൈൻഡുള്ള ആളുകളെ നമുക്ക് അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇവൻ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ ആ വാപ്പായും അല്ലെങ്കിൽ ഉമ്മായും അല്ലെങ്കിൽ ഇവനെതിരെ സംസാരിച്ചവരെയൊക്കെ ഇവൻ കൊല്ലാനുള്ള പ്ലാൻ ഇടും. അതുപോലെ തന്നെ ഹിറ്റ് ലിസ്റ്റിൽ കുറെ പേരുണ്ടായിരുന്നല്ലോ, അതൊക്കെ തീർത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രിമിനലിന് ജാമ്യം ഒരു വിധത്തിലും അനുവദിക്കാൻ പാടുള്ളതല്ല. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഒരു കോൺസിക്വൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവനെ പോലുള്ളവർക്ക് ജാമ്യം അനുവദിക്കേണ്ടത്. ശരിക്കും നല്ല നടത്തിപ്പാണ് എന്നാണ്, നല്ലൊരു അച്ചടക്കമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവന്റെ പക്ക ഉടായ്പാണ്, അത് നമുക്കറിയാം. ഇത്രയും നല്ല നടപ്പും കൊള്ളവനാണോ ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകം? 5 പേരെ കൊന്നിട്ട്, ഈ 5 പേരെയും കൊന്നിട്ട് അവനെ പുറത്തിറങ്ങിയാലുള്ള സ്ഥിതി ആലോചിച്ചൊക്കെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് പുറത്തു വരുന്നത്. ഇത്തരം കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് നിയമം എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് പുറത്തു വരുന്നത്. അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വലിയ ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അഫാനും ഉമ്മയും. വൻ തുക കടം കൊടുത്തു തീർക്കാനുണ്ടായിരുന്നപ്പോഴും അഫാൻ വില കൂടിയ ബൈക്ക് വാങ്ങി. കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നതിന്റെ തലേ ദിവസവും പെൺസുഹൃത്തായ ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങിയിരുന്നു. അഫാനും അഫാന്റെ സ്വാധീനത്തിൽ അമ്മയ്ക്കും കടങ്ങളുണ്ടായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സ്ഥിരീകരണമുണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും അഫാനെ കാണാൻ ശ്രമിക്കില്ലെന്നും അഫാനെ കാണാൻ താല്പര്യമില്ലെന്നും തന്നെയാണ് റഹീം മുമ്പും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. സാമ്പത്തിക കടബാധ്യതയുടെ പേരും പറഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു കേസിന് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സാമ്പത്തിക കടബാധ്യത ഉണ്ടെങ്കിൽ എത്ര അഫാന്മാരായിരിക്കും നമ്മുടെ ഈ ഒരു ലോകത്തുണ്ടാവുക അല്ലെ? സാമ്പത്തിക ബാധ്യത ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ മറ്റു പല ഘടകങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. ഇവിടെ അഫാനും അഫാന്റെ മാതാവ് ആ പിതാവ് അറിയാതെ എന്തുമാത്രം പൈസയാണ് കടം മേടിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കടം വാങ്ങിച്ചത്? 65 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിസ്സാരമായിട്ടുള്ള ഒരു തുകയാണോ? ഈ 65 ലക്ഷം രൂപയ്ക്കുള്ള കടങ്ങൾ എന്തായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്? ബാങ്കിന്റെ എന്തോ ഒരു കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 65 ലക്ഷം കടം വാങ്ങിച്ചാൽ ആ ബാങ്ക് ലോൺ അടച്ചു തീർക്കാനുള്ള പൈസ അതിൽ നിന്ന് തന്നെ ഉണ്ടാവത്തില്ലേന്ന്. എന്നിട്ടും ഈ ബാങ്കുകാർ ഇവരുടെ പിറകെ നടക്കുന്നു, അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും എന്നുള്ള ഒരു നോട്ടീസൊക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ. അപ്പൊ ഈ 65 ലക്ഷം രൂപ കടം ഈ ബാങ്കിലെ ലോൺ അടയ്ക്കാനാണ് വാങ്ങിച്ചതെങ്കിൽ എന്തുകൊണ്ട് ആ ബാങ്കിലെ ലോൺ അടച്ചു തീർത്തിട്ടില്ല? അപ്പൊ ഇതൊക്കെ ഒരു കുറെ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്കിടയിൽ ഉണ്ടാകുന്നത്. ഇത്തരം സംശയാസ്പദമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെയ്ക്കും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അഫാന്റെയോ അമ്മയുടെ കൈവശം 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഈ കടത്തിൽ നിൽക്കുമ്പോഴാണ് ആഡംബരം കാണിക്കാനായി അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയത്. ഏകദേശം 50,000 രൂപയുടെ അടുപ്പിച്ച് കടം തിരികെ നൽകാനുണ്ടായിരുന്നു ഈ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയ ദിവസം. കൃത്യം നടക്കുന്നതിന് തലേ ദിവസം കാമുകിയിൽ നിന്ന് 200 രൂപ വാങ്ങി. ഇതിൽ 100 രൂപയ്ക്കായിരുന്നു വണ്ടിക്ക് പെട്രോൾ അടിക്കുകയും ഉമ്മയെ കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാനായി പോകുന്നത്. പിന്നീട് 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും അവസാനമായി ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. പിന്നീട് വീട്ടിലേക്ക് കടക്കാർ എത്തും മുമ്പ് തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുകയായിരുന്നു. ഈ സമയം കടക്കാർ വീട്ടിലേക്ക് എത്തിയാൽ ആക്രമിക്കാനായി കയ്യിൽ മുളകുപൊടി സഹിതമാണ് അഫാൻ കരുതിയിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ആഡംബരം കാണിക്കാനാണ് അഫാനും ഉമ്മയും ശ്രമിച്ചത്. ഒടുവിൽ ഈ കടം നികത്താൻ മറ്റു വഴികളില്ലാതായതോടെ ഈ കടങ്ങൾ ഉണ്ടാക്കിയ അഫാനും ഷമിയും ഒഴികെ ബാക്കി നിരപരാധികൾക്ക് മരണശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കൂട്ടക്കൊലപാതകങ്ങളിൽ ഉണ്ടായത്. ഏകദേശം 50 ലക്ഷം രൂപയുടെ കടബാധ്യതയിലേക്കാണ് അഫാൻ ഈ കുടുംബത്തെ കൊണ്ടെത്തിച്ചത്. ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കും. തെളിവെടുപ്പ് 3 ഘട്ടമായാണ് നടത്തിയത്. ആ മുറയ്ക്ക് തന്നെയായിരിക്കും കുറ്റപത്രവും സമർപ്പിക്കുക. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് അഫാനെ ഇത്തരത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോവുകയും 5 പേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതും. കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലും ആ പാവം പെൺകുട്ടിയിൽ നിന്ന് അവസാനമായിട്ട്, അതായത് ഈ കൊലപാതകം നടത്തുന്ന തലേ ദിവസം 200 രൂപ കടം മേടിച്ചിട്ടാണ് ഇവൻ ബൈക്കിലെ പെട്രോൾ അടിച്ചതും അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതും. ശരിക്കും നാണമുണ്ട് ഇവർക്ക്? ഇത്തരത്തില് എന്താ പറയുക, ആ പാവം പിടിച്ച ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ട്
ആ പെൺകുട്ടിയുടെ മാല വരെ ഇവൻ പണയം വെച്ചിട്ടുണ്ടായിരുന്നു, വീട്ടുകാർ പോലും അറിയാതെ. അവസാനം ഈ ഫർസാന മാല ചോദിച്ചപ്പോഴാണ് ഇവൻ എന്തിൽ ആ ദേഷ്യം അവളോട് തോന്നിയതും അവളെ കൊലപാതകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കിയതും ഒക്കെ. ഇതെല്ലാം വെൽ പ്ലാനോട് കൂടി തന്നെയായിരുന്നു അഫാൻ ചെയ്തത്. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഇപ്പം നിരപരാധികളായ 5 പേര് മരണപ്പെടുകയും തെറ്റ് ചെയ്ത 2 പേര് എന്താ പറയുന്നത്, ജീവിക്കാനുള്ള ഒരു അവകാശവും പേറിക്കൊണ്ടവിടെ കിടക്കുകയാണ് അല്ലേ. തങ്ങൾക്ക് ജീവിക്കണം, മകനെ രക്ഷിക്കണം, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ലക്ഷം രൂപ തുക ഇവർ കടം മറിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആഡംബര ജീവിതം? ആ പാവം മനുഷ്യൻ അവിടെ ഗൾഫിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട്. ആ മനുഷ്യന് എന്ത് വിലയാണ് ഇവർ കൽപ്പിച്ചത്? പക്ഷേ അഫാന്റെ കേസിൽ ഒരു തരത്തിലും റഹീം ഇതിന് തയ്യാറാകില്ലെന്ന് കട്ടായം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ അത് വ്യക്തമാണ്. ഷെമിക്കും അഫാനും മാത്രമറിയാം എന്റെ ഇളയ മകനെ അടക്കം എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന്. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ അഫാന്റെ പേരിലും ഷെമിയുടെ പേരിലും ഒക്കെയാണ് പണം അയച്ചു നൽകിയിരുന്നത്. വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വരുത്തിയിരുന്നില്ല. പക്ഷെ 2.5 മാസം പൈസ അയച്ചു നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാത്രമാണ് ഒരു പ്രതിസന്ധി നേരിട്ടത്. 1 മാസം അയച്ചില്ലെങ്കിലും പിറ്റേ മാസം അത് ഒപ്പിച്ചു നൽകാൻ ശ്രമിച്ചിരുന്നു. ഉമ്മയുമായിട്ട് വളരെ സ്നേഹമായിരുന്നു. വീട്ടിലൊക്കെ എത്തുമ്പോൾ പൈസയും മറ്റും കൊടുത്തിരുന്നു. പക്ഷേ ഉമ്മയെ എന്തുകൊണ്ട് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ തനിക്ക് ഒന്നും അറിയില്ല. അനിയന് പൊന്നുപോലെ അച്ഛന്റെ കുറവറിയാതെ അവൻ കൊണ്ടു നടന്നു. ഇത്രയൊക്കെ എല്ലാവരുമായി സ്നേഹമുണ്ടായിട്ട് എല്ലാവരെയും കൊലപ്പെടുത്തി. അവർക്കൊപ്പം അവനും ചത്തുപോയിരുന്നുവെങ്കിലെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ 2 മക്കളും മരിച്ചുപോയെന്ന് കണക്കാക്കിയാൽ മതിയായിരുന്നു. അവനും കൂടെ മരിച്ചുവെങ്കിൽ 2 മക്കൾ നഷ്ടപ്പെട്ടെന്ന് കരുതി ആ അവസ്ഥയിലൂടെ 2 പേരും ജീവിച്ചേനെ. ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും കയറാനാകാതെ പെരുവഴിയിലാണ്. ഇങ്ങനെയൊരു മകൻ കാരണം ഷെമിയോടും തന്നോടും നാട്ടുകാർക്കൊക്കെ സ്വാഭാവികമായും അമർഷമുണ്ടാകും. ജന്മം നൽകിയവരോട് ആ ദേഷ്യമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മക്കൾ വേണ്ടുന്ന ഒരു രക്ഷകർത്താക്കളും ആഗ്രഹിക്കില്ല. പക്ഷേ ഇവർ ഇത്തരത്തിൽ വഴിതെറ്റി പോകുമ്പോൾ വേദന ഉണ്ടാകും. അവന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെയും കൊലപ്പെടുത്തും. അവനപ്പോൾ എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. എന്റെ കൊച്ചുമോനെ കൊന്ന സ്ഥിതിക്ക് ആ സാഹചര്യത്തിൽ അവൻ എന്നെയും കൊന്നേനെ. അഫാൻ ബാക്കി വെച്ച 2 പേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരു വൈരാഗ്യം അവൻ ഇപ്പോഴും ഉണ്ടാകുമായിരിക്കും. ഇനി ഗൾഫിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. വയ്യാതെ കിടക്കുന്ന ഷെമിയെ ഒറ്റയ്ക്കാക്കാൻ കഴിയില്ല. അഫാനെ കാണണമെന്ന് ഇനിയും ഷെമി പറഞ്ഞാലും ഞാൻ കാണിക്കില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. കാണണമെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ കാണട്ടെ. താൻ അതിന് ഒരിക്കലും ശ്രമം നടത്തില്ലെന്ന് റഹീം പറയുന്നു. ഇതിൽ നിന്ന് തന്നെ റഹീമിന്റെ നിലപാട് വ്യക്തമാണ്. ഒരു തരത്തിൽ അഫാനെ കാണാനോ ജാമ്യത്തിലിറക്കാനോ അദ്ദേഹം ശരിയാണ്. ആ പിതാവ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ട്. സ്വന്തം മകൻ, അതായത് ഇളയ മകന്റെ കാര്യമാണ്. അഫാനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് ഇല്ല. എന്തായാലും ഒന്നും അറിയാത്ത അഫ്സാന് അവൻ എന്ത് തെറ്റ് ചെയ്തു? ആ മകനെ എന്തിനാണ് ഇവൻ കൊന്നത്? ശരിക്കും തന്റെ ഭാര്യയ്ക്കും അതുപോലത്തെ അഫാനും ഈ കാര്യങ്ങൾ അറിയാം. എന്തിനാണ് അഫ്സാനെ കൊന്നതെന്നുള്ള ചോദ്യം ഒരുപാട് തവണ ഈ ഒരു റഹീം ഭാര്യയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും വിട്ട് പറയുന്നില്ല. ശരിക്കും ഒരുപാട് നാടകം കളിക്കുന്നത് പോലെ തോന്നി. എന്തായാലും ഈ ഒരു കാര്യത്തില് റഹീം എടുത്ത നിലപാട് തന്നെയാണ് ശരി. അഫാൻ എന്ന വ്യക്തിക്ക് ഒരു തരത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവനും കൂടെ മരിച്ചിരുന്നുവെങ്കിൽ തന്നെ 2 മക്കളും മരിച്ചു എന്നുള്ള ആ ഒരു സങ്കടത്തിൽ പേര് ജീവിച്ചേനെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വളരെ ആ ഒരു മനുഷ്യനെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു മനുഷ്യൻ ശരിക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഇപ്പം നാട്ടുകാരുടെ കണ്ണിലും അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളുടെ മുന്നിലും ഒരു കുറ്റക്കാരനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, തലകുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. സ്വന്തം ഉമ്മായും സ്വന്തം ജ്യേഷ്ഠനെയും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിനെല്ലാം ഉത്തരവാദി തന്റെ മകനാണ് എന്ന് അറിയുമ്പോൾ ആ മനസ്സ് എന്തുമാത്രം നീറുന്നുണ്ടായിരിക്കും. പോലീസോ അന്വേഷണ അധികാരികളോ നടത്തുന്ന സമഗ്രമായ അന്വേഷണത്തിന്റെ ഫലമാണ് അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്ന കുറ്റപത്രം. CRPC സെക്ഷൻ 173 പ്രകാരമാണ് ഇത് ഫയൽ ചെയ്യുന്നത്. കൂടാതെ ശേഖരിച്ച തെളിവുകളും പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടും. കുറ്റപത്രം സമർപ്പിക്കുന്നത് കോടതിക്ക് കുറ്റകൃത്യം തിരിച്ചറിയാനും ക്രിമിനൽ വിചാരണ ആരംഭിക്കാനും പ്രാപ്തമാണ്. ക്രിമിനൽ നീതിന്യായ പ്രക്രിയയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് നിർണായക ഘട്ടമാണ്. അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമേ അത് ചെയ്യാവൂ. ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ CRP സെക്ഷൻ 173 പ്രകാരം അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും വസ്തുതകൾ പരിശോധിക്കുകയും വേണം. അന്വേഷണം പൂർത്തിയാകാതെ കുറ്റപത്രം സമർപ്പിക്കുന്നത് അത് അസാധുവാക്കും. അതുകൊണ്ട് തന്നെ സാക്ഷികളില്ലാത്ത ഈ കേസിൽ അഫാന്റെയും ഷെമിയുടെയും മൊഴികളും സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും രാസപരിശോധനാ ഫലങ്ങളുമെല്ലാം നിർണായകമാണ്. പോലീസിന് മതിയായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ ജാമ്യക്കാരുള്ളതോ അല്ലാതെയോ പ്രതിയെ ജാമ്യത്തിൽ വിട്ടേക്കാം. ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റിന് പുനരന്വേഷണത്തിന് ഉത്തരവിടാം.
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അഫാൻ ഇപ്പം ജയിലിലാണ്. അതുപോലെ തന്നെ ഷെമിയും മാതാവായ ഷെമിയും ഏകദേശം കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുമുണ്ട്. ഒരു പക്ഷേ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഒരു സത്യം പുറത്തു വരും. അതൊരിക്കലും ഒളിച്ച് നിൽക്കില്ലല്ലോ. ഈ മാതാവായ ഷെമിയും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവർ ഇപ്പൊ ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് പോലീസുകാർ അവരുടെ ആ ഒരു മുറ എടുക്കാത്തത്. കാരണം അവരുടെ ആരോഗ്യസ്ഥിതി കൂടെ നോക്കണമല്ലോ. പക്ഷേ അവർക്ക് പല കാര്യങ്ങളും അറിയാം എന്നുള്ള കാര്യം ഈ പോലീസുകാർക്കും നാട്ടുകാർക്കും സ്വന്തം ഭർത്താവായ റഹീമിനും അറിയാം. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഇവരൊന്നും തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അവരുടെ ആരോഗ്യാവസ്ഥ മാറിയാലുടൻ അവരോടുള്ള ആ ഒരു ചോദ്യം ചെയ്യൽ വീണ്ടും ഉണ്ടാകും. ശരിക്കും തെറ്റുകാരിയാണ് എന്നറിഞ്ഞാൽ പോലീസ് പിന്നെ ഇവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അഫാനും അതുപോലെ തന്നെ ഈ ഒരു മാതാവ് ഷെമിയും ഒരുമിച്ച് തന്നെ ജയിലിൽ കിടക്കാനുള്ള സാധ്യതയും ഏറുകയാണ്. കുറഞ്ഞത് നല്ല ശിക്ഷ 10 വർഷം തടവെങ്കിലും കിട്ടാതിരിക്കില്ല. ഈ ഒരു എന്താ പറയണത് പ്രേരണാ കുറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മഹത്യ ചെയ്യാനാണ് സ്വയം തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത്? ഇതിനൊക്കെ പിന്നിലെ ഷെമിക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അവരൊന്നും പുറത്ത് പറയാത്ത സ്ഥിതിക്ക് തന്നെ ഈ ഒരു കേസ് എത്രത്തോളം നീണ്ടുപോകുമെന്നറിയില്ല. എന്നിരുന്നാലും ഇതിന്റെ പോലീസ് ഒരു ഘട്ടം വരെ നോക്കും. അത് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളുമായിട്ട് അവരുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ട് ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. എന്നും ഇങ്ങനെ അഫാന്റെ മാതാവിനെ ഇങ്ങനെ വൈകായിക എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. ഒരു നാൾ അത് ശരിയാകും. എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ. ആ ക്രിമിനലിന് ഒരിക്കലും ജാമ്യം അനുവദിക്കരുതേ എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് പറയാനുള്ളത്.